അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീകളെ, ഇന്നൊരു ഹദീസ് ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ടൊക്കെ നമ്മൾ ഈയിടയ്ക്കും കണ്ടു, പെൺകുട്ടികൾ പിറന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ഏത് വിധേനയും നശിപ്പിക്കാൻ നോക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ ഒരുപാട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടു പോയി. വീട്ടിൻ്റെ ഉള്ളില് കിടക്കുന്ന ഒരു മകളെ വാപ്പ, ഒരച്ഛൻ ഭയങ്കരമായിട്ട് ആ കുട്ടിയെ തല്ലുന്നതായിട്ട് നമ്മൾ കണ്ടു. ഭയങ്കരമായിട്ട് തല്ലുകയാണ്, കൈകൊണ്ട് വലിച്ചു തല്ലുന്നതായിട്ട് കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പെൺകുട്ടികൾക്ക് കൊടുത്ത സ്ഥാനം നമ്മൾ നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വലിദത് ലഹു ഇബ്നതുൻ ഫലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യൂസിർ വലദഹു അലൈഹാ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയാണ്, അദ്ഖലഹുല്ലാഹു ബിഹിൽ ജന്നാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിക്കുകയും അദ്ദേഹം ആ കുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുകയും നിന്ദിക്കാതിരിക്കുകയും മറ്റ് ആൺകുട്ടികൾക്ക് ഈ കുട്ടിയേക്കാൾ മുൻഗണന നൽകാതിരിക്കുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ പ്രവാചകരോടൊന്ന് പറയാണ്, അള്ളാഹു ഈ സുന്ദര വർധനത്തിന് പകരമായിട്ട് നൽകുന്നത് അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഏത് കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നതെന്നറിയോ? ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട കാലഘട്ടമുണ്ടല്ലോ. ഒരു പൊൻകുഞ്ഞങ്ങാണമെന്ന് ജനിച്ചു പോയി കഴിഞ്ഞാൽ അറബികളുടേതായ മുഖം കറുത്ത് കരിവാളിക്കുകയാണ്. മുസ്വദ്ദം ബഹുവ ഖദീം, അവരുടെ മുഖങ്ങൾ മുഴുവനും വിവർണമായ കറുത്ത് കരുവാളിക്കുകയാ. പെണ്ണിന്റെ വാപ്പ എന്ന് പറയുന്നത് വല്ലാത്ത നിന്ദതയാകുന്നു. അല്ലാഹുവേ, സമുദായത്തിന് മുന്നിൽ പോലും തലയുയർത്തി നടക്കാൻ പറ്റാതിരുന്ന കാലഘട്ടമുണ്ടല്ലോ. ആ പെണ്ണുങ്ങാണം ജനിച്ചു കഴിഞ്ഞാ ജീവനോടെ കൊണ്ടുപോയി പച്ചമണ്ണ് കുഴിച്ചിട്ട് ആ പച്ചമണ്ണിൽ തന്നെ കുഴിച്ചു മൂടുന്ന, ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലമുണ്ടായിരുന്നു. വാപ്പ എന്നെ ഇവിടെ കൊണ്ടുപോകുകയാണെന്ന് പറയുമ്പോ, എന്റെ പൊന്നുപോലെ നമ്മളെ കളിക്കാൻ പോവുകയാണ്, നിന്നെ അതാ നല്ലൊരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചു ചിരിച്ചുകൊണ്ട് കടന്നു വരുന്ന പൊന്നുമോളെ കുഴിച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഇട്ടുകൊണ്ട് മണ്ണിട്ടുകൊണ്ട് മൂടുന്ന അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ പോലും ചെയ്തു പോകുന്ന കടുത്തമാകുന്ന ഹൃദയത്തിന്റെ കാലയളവ്, ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പെൺകുഞ്ഞ് ജനിച്ചാൽ അവളെ മാന്യമായി പോറ്റി വളർത്തി അവക്ക് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മാന്യമായി സംസാരിക്കുകയും മാന്യമായി ഇടപെടുകയും അവളെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ വിളിച്ചു വളർത്തിക്കൊണ്ട് വന്നിട്ട് അവൾക്കൊരു ജീവിതം കാണിച്ചു കൊടുത്താൽ, വിവാഹം കഴിച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ പിതാവും ഞാനും ദേ ഈ വിരൽ പോലെയാണ് സ്വർഗത്തില്, അത്രയും അടുത്ത ഞങ്ങൾ സ്വർഗത്തിലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതേപോലെയാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലും ആ പിതാവും ഇതേപോലെയാണ് സ്വർഗത്തില്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് അതാ ഒരു സഹാബത്തിന്റെ അടുക്കലേക്ക്, ഒരു ചെറുപ്പക്കാരൻ അടുക്കലേക്ക് തന്റേതായ ചെറുമക്കള് കടന്നു വരികയാ.
തന്റെ ചെറുമക്കളിൽ ആൺകുട്ടികളെ എടുത്ത് മടിയിൽ വെച്ചിട്ടുണ്ട്. അതാ ഒരു പെൺകുട്ടി ഓടി വന്നപ്പോ ആ സ്വഹാബി ചെയ്തതെന്തെന്നറിയോ? ആൺകുട്ടികൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് മടിയിൽ പിടിച്ചിരുത്തുകയും ആ പെൺകുഞ്ഞിനെ മടിയിൽ നിന്ന് താഴേക്ക് ഇരുത്തുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രതികരിക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് സ്വഹാബത്തിനോട് വളരെ ശക്തമായ നിലയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സ്വഹാബത്തേ, നീ അവിടുന്ന് കാണിച്ചത് എന്താണെന്നറിയോ? അള്ളാഹു നീതിമാനാണ് സ്വഹാബാ, അള്ളാഹു നീതിമാനാണടാ ചെറുപ്പക്കാരാ. മക്കളുടെ ഇടയിലും നിങ്ങൾ നീതി കാണിക്കണേ. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി കാണിക്കണേ, നീതി കാണിക്കണേ. ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആൺകുഞ്ഞുങ്ങളെ നീ എടുത്തുകൊണ്ട് മടിയിലെടുത്തുകൊണ്ട് താലോലിക്കുന്നത് പോലെ നിന്റെ പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ താലോലിക്കണേ. ഒരിക്കലും അവരുടെ ഇടയിൽ നീ ഒരിക്കലും അനീതി കാണിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന, സഹാബത്തേ, ഒരു വീട്ടിലെങ്ങാനും ഒരു പെൺകുഞ്ഞ് ജനിച്ച അള്ളാഹു അവിടെ 10 ഖൈറിന്റെ കവാടം തുറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ഒരു പെൺകുഞ്ഞ് ഒരു വീട്ടിൽ ജനിച്ചാൽ എന്റെ വാപ്പ കഞ്ചാവടിച്ചുകൊണ്ട് വെള്ളമടിച്ചുകൊണ്ട് വന്ന് പാവപ്പെട്ടവരാകുന്ന പെൺകുട്ടികളെ തല്ലിച്ചതയ്ക്കുന്ന വാപ്പയോട്, പിതാക്കന്മാരോട്, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, ദൈവം തമ്പുരാൻ 10 നന്മയുടെ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറക്കുന്നതാ. ഖൈറിന്റെ കവാടം, ഖൈറിന്റെ 10 കവാടം തുറക്കും. ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ഒരു കവാടമാണെങ്കിൽ ഒരു പെണ്ണ് ജനിച്ചാൽ 10 കവാടങ്ങളാണ് അള്ളാഹു നിനക്ക് വേണ്ടി തുറന്നു തരുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു അത്രത്തോളം മഹത്വമാണ് പെൺകുട്ടികൾക്ക് കൊടുത്തത്, അത്രത്തോളം മഹത്വമാ പെൺകുട്ടികൾക്ക് ഇസ്ലാം കൊടുത്തത്. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കണം. നമ്മൾക്കറിയാമല്ലോ, ദുർബലരാണ്, ളുഅഫാണ്, ബലഹീനരാണ് പെണ്ണ് വാദിക്കുന്നുണ്ട്. ആണുങ്ങളെ പോലെ കഴിവും തന്റെ ഇടമൊക്കെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ എന്തുവേണം ചെയ്യാം. എന്തൊക്കെ വാദിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു ബലഹീനതയുണ്ട്. ആ ബലഹീനത അല്ലാഹു തആല തന്നതാണ്. പക്ഷേ ആ ബലഹീനത ഉപയോഗിച്ചുകൊണ്ടൊരാണും ഒരു പെണ്ണിനെ ആക്രമിച്ചു പോകരുത്. കാരണം അള്ളാഹുവിന്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാകും. അതേപോലുള്ള ഒരു പണി നിനക്ക് തിരിച്ചു കിട്ടാതെ കണ്ട് നീ മരിക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അവിടുന്ന് പെൺകുട്ടികളോട് മാന്യമായ നിലയിൽ പെരുമാറണം. അൻജസാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആ ഒട്ടകത്തിന്റെ പുറത്തിരുത്തിക്കൊണ്ട് ഭാര്യയുമായിട്ട് കടന്നു പോകുമ്പോ അൻജസാ റളിയല്ലാഹു തആല അൻഹു പാട്ട് പാടി ഒട്ടകത്തെ തുള്ളിച്ചാടിച്ചു കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ശക്തമായി പറഞ്ഞു, അൻജസാ, ആ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നത് ഒരു പളുങ്കാണ്, ആ പളുങ്ങിനെ സൂക്ഷിച്ചു വേണം നീ കൊണ്ടുപോകാൻ അൻജസാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. അത്രത്തോളം കാരുണ്യത്തോടെ വളരെ ഖൈറായ നിലയിൽ നല്ല സമീപനത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട്, സഹോദരിമാരോട് അള്ളാഹുവിന്റെ റസൂല് ചെയ്തിരുന്നത്. അതുകൊണ്ട് കഞ്ചാവടിച്ച് കള്ളടിച്ച് മദ്യപിച്ചുകൊണ്ട് ലഹരിമസ്തനായി വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ഭാര്യയും പെൺമക്കളെയും തല്ലുന്നവര്, അത് നിങ്ങളുടെ വലിയൊരു യോഗ്യതയാണ്, നിങ്ങളുടെ വലിയൊരു ആണത്തമാണ് എന്ന് നിങ്ങളത് കരുതുന്നുണ്ടെങ്കിൽ അത് ആണത്തമല്ല, അത് ഭീരുത്വമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പെൺകുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ നല്ല രീതിയിൽ ജീവിക്കുവാനും അവർക്ക് നല്ലൊരു ജീവിതം ഖൈറായ നിലയിൽ വളർത്തിക്കൊണ്ടുവന്ന് സന്തോഷങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ വിളക്കാണ് പെണ്ണെന്നുള്ളത്. പെണ്ണെന്ന് പറയുന്നത് ചെലവാണെന്ന് പറയുന്നവരുണ്ട്. പെണ്ണ് ചെലവാണ്, ആണ് വരവാണ്, അങ്ങനെ ചൊല്ലുണ്ട്. അതാരാ നടത്തിയത്? പെണ്ണെന്ന് പറയുന്നതായ സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കടന്നു വന്ന ചില ആൾക്കാർ അവർ പറഞ്ഞതാണ് പെണ്ണ് ചെലവാണ്, ആണ് വരവാണ്. എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു പെണ്ണിനെ അള്ളാഹു നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ തന്നാൽ ആ വീട്ടിൽ അള്ളാഹു തആല റഹ്മത്തിനെ ഇറക്കി തരുന്നതാ.
അള്ളാഹു റഹ്മത്ത് ഇറക്കി തരുന്നതാണ്. അത് കാണാനും അനുഗ്രഹിക്കാനും അത് അള്ളാഹു തആല തരുന്ന അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി സ്വീകരിക്കാനുമുള്ള ഭാഗ്യം നിനക്കുണ്ടാകണമെടാ ചെറുപ്പക്കാരാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പെൺമക്കളെല്ലാം വഴിപിടിച്ചു പോകുന്നതിന് കാരണം ആരാണെന്നറിയോ? മാതാപിതാക്കൾ ഉത്തരവാദിത്തമില്ലാത്തതിന്റെ പേരിലാ, ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം കാരണമാ. ചില ആൾക്കാര് കൊഞ്ചിച്ചു വഷളാക്കി കളയും, ചില ആൾക്കാര് തീരെ ഇഷ്ടപ്പെടാതിരിക്കും. രണ്ടിന്റെയും ഇടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരു പെണ്ണിനെ കൊണ്ടുപോകാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നീ വിജയിച്ചു വാപ്പാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.